ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മളൊരു ഈദ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നൈറ്റ് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും ടൈമില്ല. ഈദിനന്ന് നമുക്ക് ഒന്നിനും ടൈം കിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ മോർണിംഗ് തന്നെ ഞാൻ ചായ കുടിച്ചിട്ട് അങ്ങനെ തുടങ്ങാൻ വിചാരിച്ചു കേട്ടോ. 8 മണിക്ക് മുന്നേ ഷാനക്കും അയാൻക്കും പള്ളിക്ക് പോകണം. വീട്ടിൽ വിരുന്നാരുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് അയാൻ്റെ കിടുത്തം ഇവിടെയാണ് കേട്ടോ. ഈദ് മുബാറക്. നീ എനിച്ചാ പള്ളി പോണ്ടേ? അയാനെ എണിപ്പിച്ച ശേഷം ഇന്നത്തെ എൻ്റെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുക്കിംഗ് സ്റ്റാർട്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മോർണിംഗിലുള്ള ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഇപ്രാവശ്യം ഉമ്മയും അനിയത്തിയും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഹെവി വർക്കുകളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പം കുക്കിംഗ് ഞാൻ തന്നെയാണ് ചെയ്യണത്. ചിക്കൻ മാഗ്നറ്റൈസ് ചെയ്ത ശേഷമാണ് എനിക്ക് അതിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി പൊടിയും അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉമ്മ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ആഡ് ചെയ്യാറൊന്നുമില്ല. പെരുന്നാൾ മോർണിംഗ് പത്തിരിയാണ്. അപ്പോൾ പത്തിരി പരത്തേണ്ടത് ഉമ്മയാണ് കേട്ടോ, ചൂടാണ്ട് ഞാനുമാണ്. അങ്ങനെ മോർണിംഗത്തെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അയാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്താണ് എനിക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് അയാനോട് എടുക്കല്ലേ. അപ്പം അയാൻക്ക് ഇത് ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണ്. ഇത് അയാൻക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു അലമാരയാണ് കേട്ടോ. പക്ഷേ അതിൽ ഫുള്ള് എൻ്റെയും ഷാനിക്കാൻ്റെയും ഡ്രസ്സാണ്. അവനക്ക് ആകെ ഒരു ചെറിയ കള്ളിയും പിന്നെ അടിയത്തെ കള്ളിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അവൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പം ബനിയൻ പുതിയതാണ്, പാൻറ്റ് പുതിയതല്ല കേട്ടോ. അപ്പം അവനക്ക് കുറച്ച് പാൻസ് കൂടുതലാണ്. പിന്നെ സ്കൂൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഷാനിക്കാണ് അവനക്ക് മുടിയൊക്കെ ചീന്തി കൊടുക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് മുടിയൊന്നും വെട്ടാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് വൈകുന്നേരം ഓഫീസ് വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ ടൈം കിട്ടുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഷാനിക്കാണെങ്കിൽ നല്ല ലേറ്റ് ആയിട്ടാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പെരുന്നാൾ മുടി വെട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് പെരുന്നാളുടെ അന്ന് അയാൻക്ക് വാരി കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇത്രയും വലിയ കുട്ടിക്ക് എന്തിനാ വാരി കൊടുക്കണമെന്ന്. പക്ഷേ എനിക്ക് പെരുന്നാളുടെ അന്ന് അവനക്ക് വാരി കൊടുക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല 8 മണിക്ക് മുന്നേ പള്ളിക്ക് എത്തണം. അവൻ കഴിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കുമ്പോൾ വേഗം തീർന്നു കിട്ടാനും കൂടിയിട്ടാണ് ഞാൻ വാരി കൊടുക്കുന്നത്. ഇതാകുമ്പോൾ വേഗം കഴിച്ചും കിട്ടും കേട്ടോ. അപ്പോഴേക്കും ഷാനിക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഷാനിക്ക് അതാ ഈദ് മുബാറക്ക് വിഷ് ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉമ്മമ്മ ഉണ്ട് കോളിൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യം ആർക്കും അങ്ങനെ നേരാണം ഒരു വിഷ് പോലും കൊടുത്തിട്ടില്ല കേട്ടോ. ചില മെസ്സേജിന് റിപ്ലൈ തന്നെ ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ഈ വീഡിയോസ് എടുത്ത് നടക്കണ കാരണം ഒന്നിനും ടൈം കിട്ടണില്ലല്ലോ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. എൻ്റെ സ്കൂട്ടി കണ്ടില്ലേ, പാവം 1 മാസമായി അവിടെയാണ് അതിൻ്റെ സ്ഥലം. ഇവിടെ 1 മാസമായി ചാല് കീറിയിട്ടിട്ട് ഇപ്പം ശരിയാക്കും നാളെ ശരിയാക്കും എന്ന് വിചാരിച്ചിരിക്കുക എന്നല്ലാണ്ട് ശരിയാക്കണില്ല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് റോഡ് ശരിയാക്കിയിട്ടുണ്ട്. അപ്പം അവർ പള്ളിയിൽ പോയ ശേഷം ഞാനിതാ എൻ്റെ ഉച്ചയ്ക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻ്റെ കണ്ടിന്യൂഷനാണ്. പെരുന്നാളിന് എന്തായാലും ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അതും ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. പെരുന്നാളിൻ്റെ അന്ന് മാത്രമേ നമ്മളങ്ങനെ ബീഫൊക്കെ വാങ്ങാറുള്ളൂ. അതല്ലാതെ ബീഫ് അങ്ങനെ 2, 3, 4 മാസമൊക്കെ കൂടുമ്പോഴാണ് ഒരു വട്ടം വാങ്ങാറുള്ളൂ. എന്തൊക്കെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിലും പെരുന്നാളിൻ്റെ അന്ന് ബീഫ് ദം ബിരിയാണിയും ചിക്കൻ വറുത്തതും മാത്രമായിട്ട് ഉണ്ടാക്കാറുള്ളൂ. ഇതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. അപ്പം ഞാനിവിടെ ബീഫ് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്താണ് ഈ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 11 മണിയാകുമ്പോഴത്തേനും എൻ്റെ എല്ലാ വർക്കും ചെയ്ത് കഴിയണം എന്നാണ് ഞാൻ ഇപ്രാവശ്യം പ്ലാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ വീട്ടിലെ ആൾക്കാരുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ. അയാനും ഷാനിക്ക് പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കുട്ടി ഗസ്റ്റിനായിട്ടാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ കസിൻ്റെ കുട്ടിയാണ്, അതായത് ഷാനിക്കാൻ്റെ കസിൻ ബ്രദറിൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അയാനും ഷാനിക്കും കൂടിയിട്ട് പള്ളി വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് കയറാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ റാസിമോൻ നമ്മുടെ ഒപ്പം വന്നിട്ടുള്ളതാണ്. അപ്പം ദുവാമോൾ ഇതാ റാസിമോനെ കണ്ടിട്ട് ധാരാ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പം അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഷാനിക്കാനായിട്ട് ഒരു ആവേശത്തിൽ വണ്ടി കണ്ടപ്പോൾ തുള്ളിച്ചാടിയിട്ട് പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനക്ക് ചെറുതായിട്ട് ഉമ്മാനെ കാണണം എന്നുള്ള വർത്താനൊക്കെ ആയിട്ടോ. അപ്പം കുറച്ച് നേരം ഇവിടെ പിടിച്ചു നിർത്തി. അത് കഴിഞ്ഞപ്പോൾ അവന് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കൊണ്ടാക്കുന്ന സമയത്ത് ദുവാമോൾക്ക് ഭയങ്കര വിഷമമായിട്ടോ. അവൾ പോണ്ടാന്നൊക്കെ പറയാണ്. ഇപ്പോഴാണ് ചിരി വന്നത്. ടാറ്റാ റാജിമോനെ, ടാറ്റാ ടാറ്റാ. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു 11 മണിയാകുമ്പോഴത്തേനും നമ്മുടെ പണികളൊക്കെ തീർന്നു കിട്ടിയിട്ടോ. അപ്പോൾ സാധാരണ ഇത്രയും നേരത്തെ പെരുന്നാളിൻ്റെ ഒന്നൊന്നും പണി തീരാറില്ല. അപ്പം ഇന്ന് ഉമ്മയും അനിയത്തി ഉള്ളതുകൊണ്ടൊക്കെയാണ് പെട്ടെന്ന് തീർന്നത്. അപ്പം ഞങ്ങളിതാ പെരുന്നാൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാടത്തിൻ്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല ഫോട്ടോ സ്പോട്ടൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പം അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ ഉള്ളതല്ലേ. ഈദ് മുബാറക്.
നമ്മൾ ഫോട്ടോസ് എടുക്കൽ സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്ത്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിക്കാറായി. അപ്പോൾ ഷാനൊക്കെ ഞങ്ങളെ വിളിച്ചു കേട്ടോ, വേഗം വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിത് വന്നു. അപ്പോൾ നമ്മളിതെല്ലാവരും ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ വറുത്തതും പിന്നെ ഉമ്മാൻ്റെ വക മല്ലിയിലും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി. അപ്പം നമ്മുടെ പെരുന്നാൾ ഫുഡ് എന്ന് പറയുന്നത് ഇതാണ്. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉച്ചമയക്കം അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ഉച്ചമയക്കമൊന്നുമില്ല, നേരെ നമ്മൾ ഒരു ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എങ്ങടേലൊക്കെ പുറത്തു പോകാമെന്നിങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉമ്മ അനിയത്തേക്ക് ഉള്ളതല്ലേ, അപ്പോൾ പെരുന്നാളുമാണ്. അല്ലെങ്കിലും ഞാൻ ഷാനക്കാനെ കുത്തിപ്പൊക്കി ഞങ്ങൾ എന്തായാലും ട്രിപ്പ് പോകും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് മലമ്പുഴയ്ക്കാണ്. അപ്പോൾ എങ്ങടെ പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പല പല ഓപ്ഷനുകളും സജഷനുകളൊക്കെ വന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ മലമ്പുഴ തന്നെ ഫിക്സ് ചെയ്തു. മലമ്പുഴയ്ക്ക് എത്താറാവുമ്പോൾ ഒരു പാലമുണ്ട്, ആ പാലത്തു നിന്നുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്, നല്ല മലനിരകളൊക്കെ ഉള്ളൊരു ഫ്രണ്ട് വ്യൂ ആണ്. 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് മലമ്പുഴ പാർക്കിലേക്ക് പോകണം, പിന്നെ ഉള്ളത് മലമ്പുഴ പാർക്കിൻ്റെ സൈഡിൽ കൂടെ വഴി പോയിട്ട് ഒരു അടിപൊളി ഏരിയ ഉണ്ട് കേട്ടോ. മലമ്പുഴയുടെ ബാക്ക് സൈഡാണ് തോന്നുന്നുണ്ട്. ഇങ്ങനെ കുന്നും മലനിരകളും പുഴയൊക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബ് പ്ലേസ് കേട്ടോ. പോകുമ്പോൾ തീരെ തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ചെറിയൊരു ബ്ലോക്ക് കിട്ടി, കാരണം റോഡ് ചെറുതാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ആ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പം നേരിട്ട് കാണാനായിട്ട് ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ വീഡിയോസിൽ കൂടെ അത്ര ബ്യൂട്ടി ആയിട്ട് തോന്നില്ല, പക്ഷേ ഇതന്നെ അത്യാവശ്യം ബ്യൂട്ടിയാണ്. നേരിട്ടാണെങ്കിൽ ഇതിനെങ്കാട്ടിയും വേറെ എവിടെയോ എത്തിയ പോലൊരു അവസ്ഥയായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ തന്നെ 4-5 സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ വഴി കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്പോട്ടുകളാണ് പോയിരിക്കണത്. പിന്നെ ഇഷ്ടമായിരിക്കും ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് തിരക്കുണ്ടെങ്കിലും തിരക്കായിട്ട് തോന്നില്ല. പക്ഷേ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ചിലവഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പി തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സും നമ്മുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷനും ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ കാറ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മാറിപ്പോവും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു പ്ലേസിൽ വന്നിരിക്കണം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രഷറും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സൊക്കെ കൊണ്ട് നടക്കണവരായിരിക്കും. അതിപ്പോൾ വർക്കിംഗ് വുമൺ ആണെങ്കിലും വീട്ടമ്മയാണെങ്കിലും നമുക്കൊക്കെ വല്ലപ്പോഴും എങ്ങടെയൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചത് നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കണവരായിരിക്കുമല്ലേ. അപ്പോൾ ഇതുപോലത്തെ സ്ഥലത്ത് എന്തായാലും വന്നിരിക്കണം. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടി ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹം ഇവിടുത്തെ ബ്ലോക്ക് കണ്ടപ്പോൾ അങ്ങോട്ട് തീർന്നു കിട്ടിയിട്ടോ. കുറച്ച് നേരത്തെ ഇറങ്ങിയത് നന്നായി എന്ന് തന്നെ തോന്നി. കാരണം നമ്മൾ പോണ സമയത്താണ് ഓരോരുത്തരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കേണ്ടത്. ആക്ച്വലി നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു 6 മണി ആയിട്ടോ. ആ ഒരു സമയത്താണ് ഓരോരുത്തരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ നൈറ്റ് ഇവിടെ വന്നിട്ട് എന്താ കാര്യം, ഒരു 4 മണിക്കെങ്കിലും ഇവിടെ എത്തണം, എന്നാലാണ് കാര്യമുള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അപ്പം നമ്മുടെ പെരുന്നാൾ ദിവസം ഇതാണ് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റ.